ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയ ജില്ല ഏതാണ്? കണ്ണൂർ. കണ്ണൂർ ജില്ലയാണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയ ജില്ല. 952 പോയിന്റാണ് കണ്ണൂർ ജില്ല ആകെ നേടിയത്. 949 പോയിന്റ് നേടിയ കോഴിക്കോട് ജില്ലയും 938 പോയിന്റ് നേടിയ പാലക്കാട് ജില്ലയുമാണ് 2-3 സ്ഥാനങ്ങളിൽ. 730 പോയിന്റ് നേടിയ ഇടുക്കി ജില്ലയാണ് ഏറ്റവും പിറകിൽ. 912 പോയിന്റ് നേടിയ ആതിഥേയരായ കൊല്ലം ജില്ല 6ാമത് സ്ഥാനത്താണ് ഉള്ളത്. 23 വർഷത്തിന് ശേഷമാണ് കണ്ണൂർ ജില്ല കലാകിരീടം നേടുന്നത്. 4ാമത്തെ തവണയാണ് കണ്ണൂർ ജേതാക്കളാകുന്നത്. ഇതിനു മുൻപ് 1997, 1998, 2000 വർഷങ്ങളിലാണ് കണ്ണൂർ കിരീടം നേടിയത്. ജനുവരി 10 ശതാഭിഷേകം ആഘോഷിക്കുന്ന മലയാളത്തിലെ ഗായകൻ ആരാണ്? യേശുദാസ്. മലയാളത്തിലെ ഗായകനായ യേശുദാസ് ആണ് 2024 ജനുവരി 10 ശതാഭിഷേകം ആഘോഷിക്കുന്ന മലയാള ഗായകൻ. ഒരു വ്യക്തിയുടെ 84ാമത് പിറന്നാളാണ് ശതാഭിഷേകം എന്ന് അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 1000 പൂർണ്ണ ചന്ദ്രന്മാരെ ദർശിച്ചതായി കണക്കാക്കി 1000 പൗർണമികൾ 84ാം വയസ്സിൽ ആഘോഷിക്കുന്ന ആണ്ടുപിറന്നാളാണ് ശതാഭിഷേകം. ഗുജറാത്ത് കലാപനാളിലെ ഏത് കേസിലെ 11 പ്രതികളെ ജയിൽമോചിതരാക്കിയ വിധിയാണ് 2024 ജനുവരിയിൽ സുപ്രീം കോടതി റദ്ദാക്കിയത്? ബിൽക്കിസ് ബാനു കേസ്. ഗുജറാത്ത് കലാപനാളിലെ ബിൽക്കിസ് ബാനു കേസിലെ 11 പ്രതികളെ ജയിൽമോചിതരാക്കിയ വിധിയാണ് 2024 ജനുവരിയിൽ സുപ്രീം കോടതി റദ്ദാക്കിയത്. ബിൽക്കിസ് ബാനു കേസിന്റെ വിചാരണ നടന്നത് മഹാരാഷ്ട്രയിൽ ആയതിനാൽ ഗുജറാത്ത് സർക്കാരിന് പ്രതികളെ മോചിപ്പിക്കാൻ അധികാരമില്ല എന്നാണ് സുപ്രീം കോടതി വിധിയിൽ പ്രസ്താവിച്ചത്. ജസ്റ്റിസ് BV നാഗരത്നയാണ് വിധി പ്രസ്താവിച്ച ബെഞ്ചിന്റെ അധ്യക്ഷ. 81ാമത് ഗോൾഡൻ ഗ്ലോബ് ചലച്ചിത്ര പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. മികച്ച നടൻ കിലിയൻ മർഫി. ഓപ്പൻഹൈമർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കിലിയൻ മർഫിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൻഹൈമർ എന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് ക്രിസ്റ്റഫർ നോളന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. ഓപ്പൻഹൈമറിലെ അഭിനയത്തിനാണ് റോബർട്ട് ഡൗണി ജൂനിയറിനും മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സിനിമ ഓപ്പൻഹൈമറാണ്. പശ്ചാത്തല സംഗീതം, സഹനടൻ, മികച്ച നടൻ, മികച്ച സംവിധായകൻ, മികച്ച സിനിമ എന്നീ ഇനങ്ങളിലടക്കം ഓപ്പൺഹൈമർ ആകെ 5 പുരസ്കാരങ്ങളാണ് നേടിയത്. അണുബോംബിന്റെ സ്രഷ്ടാവായ ജെ. റോബർട്ട് ഓപ്പൻഹൈമറുടെ ജീവിതമാണ് ഓപ്പൻഹൈമർ എന്ന ചിത്രത്തിന്റെ പ്രമേയം. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനാട്ടമി ഓഫ് എ ഫോൾ എന്ന ചിത്രത്തിനാണ്. ഇംഗ്ലീഷ് ഇതര ഭാഷയിലെ മികച്ച ചിത്രവും അനാട്ടമി ഓഫ് എ ഫോൾ ആണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ലിലി ഗ്ലാഡ്സ്റ്റൺ ആണ്. കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ലിലി ഗ്ലാഡ്സ്റ്റണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് നേടുന്ന ആദ്യത്തെ ഗോത്രവർഗക്കാരിയാണ് ലിലി ഗ്ലാഡ്സ്റ്റൺ. ഏറ്റവും കൂടുതൽ പണം നേടിയ പടത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ബാർബി എന്ന ചിത്രത്തിനാണ്.
ജർമ്മനിക്ക് വേണ്ടി കളിക്കാരനായും കോച്ചായും ഫുട്ബോൾ ലോകകപ്പ് നേടിയ ഏത് ഇതിഹാസ ജർമ്മൻ താരമാണ് 2024 ജനുവരിയിൽ അന്തരിച്ചത്? ഫ്രാൻസ് ബെക്കൻ ബോവർ. ജർമ്മനിക്ക് വേണ്ടി കളിക്കാരനായും കോച്ചായും ഫുട്ബോൾ ലോകകപ്പ് നേടിയ ഇതിഹാസ ജർമ്മൻ താരമായ ഫ്രാൻസ് ബെക്കൻ ബോവർ ആണ് 2024 ജനുവരിയിൽ അന്തരിച്ചത്. കൈസർ എന്ന അപരനാമത്തിൽ ഫുട്ബോൾ ലോകത്ത് അറിയപ്പെട്ട കളിക്കാരൻ ബെക്കൻ ബോവർ ആണ്. 1974 കളിക്കാരനായും 1990 പരിശീലകനായും ബെക്കൻ ബോവർ ജർമ്മനിക്കായി ലോകകപ്പ് നേടി. കളിക്കാരനായും കോച്ചായും ലോക കിരീടം നേടിയ രണ്ടാമത്തെ വ്യക്തിയാണ് ബെക്കൻ ബോവർ. ആദ്യ വ്യക്തിയായ ബ്രസീലിന്റെ മരിയോ സഗാലോ കഴിഞ്ഞ ദിവസം അന്തരിച്ചിരുന്നു. ആങ്കർ മാനേജ്മെന്റ് ദ ട്രബിൾഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം എഴുതിയ മുൻ ഇന്ത്യൻ നയതന്ത്രജ്ഞൻ ആരാണ്? അജയ് ബിസാരിയ. ഇന്ത്യയുടെ മുൻ നയതന്ത്രജ്ഞനായ അജയ് ബിസാരിയാണ് ആങ്കർ മാനേജ്മെന്റ് ദ ട്രബിൾഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം എഴുതിയത്. പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അജയ് ബിസാരിയ. സംസ്ഥാന സർക്കാരിന്റെ 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? PK വീരമണിദാസൻ. PK വീരമണിദാസനാണ് സംസ്ഥാന സർക്കാരിന്റെ 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ച വ്യക്തി. 6000ഓളം ഭക്തിഗാനങ്ങൾ ആലപിച്ച പ്രശസ്ത തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണിദാസൻ. ആഭ്യന്തര ക്രിക്കറ്റിൽ 900 റൺസും 600 വിക്കറ്റും നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയ കളിക്കാരൻ ആരാണ്? ജലജ് സക്സേന. ജലജ് സക്സേനയാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ 9000 റൺസും 600 വിക്കറ്റും നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയത്. മദൻലാൽ, വിനു മങ്കാദ് എന്നിവരാണ് ഈ നേട്ടം കൈവരിച്ച ആദ്യത്തെ 2 കളിക്കാർ. മധ്യപ്രദേശുകാരനായ ജലജ് സക്സേന നിലവിൽ കേരള ടീമിലെ അംഗമാണ്. 2024 ജനുവരിയിൽ ലക്ഷദ്വീപ് വിനോദസഞ്ചാരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വിദേശ രാജ്യം ഏതാണ്? ഇസ്രയേൽ. വിദേശ രാജ്യമായ ഇസ്രയേലാണ് 2024 ജനുവരിയിൽ ലക്ഷദ്വീപ് വിനോദസഞ്ചാരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യം. ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇസ്രയേലിനെയും ചേർത്ത് മാലിദ്വീപിലെ മന്ത്രിമാർ വിവാദ പ്രസ്താവന നടത്തിയ സാഹചര്യത്തിലാണ് ഇസ്രയേൽ ലക്ഷദ്വീപ് ടൂറിസത്തിന് പിന്തുണയുമായി എത്തിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിൽ മികച്ച നടിയും നടനുമായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ആരൊക്കെയാണ്? മികച്ച നടി RS ദലയും മികച്ച നടൻ അലൻ ഗോവിന്ദും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിൽ മികച്ച നടിയും നടനുമായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് മികച്ച നടി RS ദലയും മികച്ച നടൻ അലൻ ഗോവിന്ദും. ഓസ്കാർ പുരുഷു എന്ന നാടകത്തിലെ അഭിനയത്തിന് RS ദലയ്ക്കും ഷിറ്റ് എന്ന നാടകത്തിലെ അഭിനയത്തിന് അലൻ ഗോവിന്ദിനും പുരസ്കാരം ലഭിച്ചു. ബംഗ്ലാദേശിൽ നടന്ന 12ാമത് പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് 5ാമതും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാകുന്ന വ്യക്തി ആരാണ്? ഷേഖ് ഹസീന. ഷേഖ് ഹസീനയാണ് ബംഗ്ലാദേശിൽ നടന്ന 12ാമത് പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് 5ാമതും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാകുന്ന വ്യക്തി. ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ നേതാവാണ് ഷേഖ് ഹസീന. 5ാമതും പ്രധാനമന്ത്രിയാകുന്ന ഷേഖ് ഹസീന തുടർച്ചയായി 4ാമത്തെ തവണയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാകുന്നത്.
വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ ബഷീർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഇ സന്തോഷ് കുമാർ. ഇ സന്തോഷ് കുമാറിനാണ് 2024 ജനുവരിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ ബഷീർ പുരസ്കാരം ലഭിച്ചത്. നാരകങ്ങളുടെ ഉപമ എന്ന ചെറു കഥാസമാഹാരത്തിനാണ് ഇ സന്തോഷ് കുമാറിന് പുരസ്കാരം ലഭിച്ചത്. ബ്രസീൽ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായി ചുമതലയേൽക്കുന്ന വ്യക്തി ആരാണ്? ഡൊറിവാൾ ജൂനിയർ. ഡൊറിവാൾ ജൂനിയർ ആണ് ബ്രസീൽ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായി ചുമതലയേൽക്കുന്ന വ്യക്തി. 2024 നടക്കുന്ന ഏഷ്യൻ ആഫ്രിക്കൻ ഫുട്ബോൾ ടൂർണമെന്റുകൾ നടക്കുന്നത് എവിടെയൊക്കെ വെച്ചാണ്? ഏഷ്യ കപ്പ് നടക്കുന്നത് ഖത്തറിലും ആഫ്രിക്കൻ നേഷൻസ് കപ്പ് നടക്കുന്നത് ഐവറി കോസ്റ്റിലും വെച്ചാണ്. 2024 നടക്കുന്ന ഏഷ്യൻ കപ്പ് ഖത്തറിൽ വെച്ചും ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഐവറി കോസ്റ്റിൽ വെച്ചുമാണ് നടക്കുന്നത്. ജനുവരി 12 ആരംഭിക്കുന്ന ഏഷ്യ കപ്പിൽ 24 ടീമുകളാണ് മത്സരിക്കുന്നത്. ജനുവരി 13 ആരംഭിക്കുന്ന ആഫ്രിക്കൻ നേഷൻസ് കപ്പിലും 24 ടീമുകളാണ് മത്സരിക്കുന്നത്. ഏഷ്യ കപ്പ് ഖത്തറിലും ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഐവറി കോസ്റ്റിലും വെച്ചാണ് നടക്കുന്നത്. നിയമലംഘനങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്ത് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്. നിയമലംഘനങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്ത് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ പേരാണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്. ജനുവരിയിൽ രണ്ടാമത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ പുനലൂർ സോമരാജൻ. ഡോക്ടർ പുനലൂർ സോമരാജനാണ് 2024 ജനുവരിയിൽ രണ്ടാമത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത്. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത് ഗോകുലം ഗോപാലനാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരി 9. അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകർക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ലഭ്യമാക്കാനായി കേരള നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം 2.0. അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകർക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ലഭ്യമാക്കാനായി കേരള നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം 2.0. കലകളുടെയും കലാകാരന്മാരുടെയും ഉന്നമനത്തിനായി കേരളവുമായി സഹകരിക്കുന്ന അറബ് രാജ്യം ഏതാണ്? അബുദാബി. അറബ് രാജ്യമായ അബുദാബിയാണ് കലകളുടെയും കലാകാരന്മാരുടെയും ഉന്നമനത്തിനായി കേരളവുമായി സഹകരിക്കുന്ന അറബ് രാജ്യം. അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവും കേരള ലളിതകലാ അക്കാദമിയുമാണ് ഇതിനു വേണ്ടി ധാരണാപത്രം ഒപ്പുവെച്ചത്. ഈ ധാരണാപത്രപ്രകാരം ഇരു നാടുകളിലെയും കലാരൂപങ്ങളുടെ പ്രദർശനം പരസ്പരം സംഘടിപ്പിക്കും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി സ്റ്റാലിൻ ആദരിച്ച മലയാളി ആരാണ്? ഗോകുലം ഗോപാലൻ. മലയാളിയായ ഗോകുലം ഗോപാലനെയാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ആദരിച്ചത്. കലൈഞ്ചർ 100 എന്ന പേരിൽ ചെന്നൈയിലാണ് ഈ ശതാബ്ദി ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്.
2024 ജനുവരി 9 തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം പൂർണ്ണമായും ഇല്ലാതായ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ. ഇന്ത്യൻ സംസ്ഥാനമായ ജമ്മു കാശ്മീരിലാണ് 2024 ജനുവരി 9 തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം പൂർണ്ണമായും ഇല്ലാതായത്. ജമ്മു കാശ്മീരിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ കാലാവധി ജനുവരി 9 തീരുകയാണ്. എന്നാൽ അതിർത്തി നിർണയം പൂർത്തിയാകാത്തതിനാൽ പുതിയ തെരഞ്ഞെടുപ്പ് തീയതി ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ആയുഷ് സേവനങ്ങൾക്കായുള്ള OP വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സേവനം നൽകുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ആയുഷ് സേവനങ്ങൾക്കായുള്ള OP വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സേവനം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ആയുഷ് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലും ആയുഷ് മെഡിക്കൽ സേവനങ്ങളോടുള്ള ജനങ്ങളുടെ മുൻഗണനയിലും കേരളം തന്നെയാണ് ഒന്നാമത്. ജനുവരി 8 ചന്ദ്രനിലേക്ക് ലാൻഡർ ദൗത്യം വിക്ഷേപിച്ച അമേരിക്കയിലെ സ്വകാര്യ ബഹിരാകാശ കമ്പനി ഏതാണ്? ആസ്ട്രാബോട്ടിക്. അമേരിക്കയിലെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആസ്ട്രാബോട്ടിക് ആണ് 2024 ജനുവരി 8 ചന്ദ്രനിലേക്ക് ലാൻഡർ ദൗത്യം വിക്ഷേപിച്ചത്. പെരഗ്രിൻ എന്നാണ് ആസ്ട്രാബോട്ടിക് വിക്ഷേപിച്ച ലാൻഡറിന്റെ പേര്. ദൗത്യം വിജയിച്ചാൽ ചന്ദ്രനിൽ ലാൻഡർ ഇറക്കുന്ന ആദ്യ സ്വകാര്യ സ്ഥാപനമാകും ആസ്ട്രാബോട്ടിക്. 51 വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയിൽ നിന്നും ഒരു ചാന്ദ്ര ദൗത്യം നടക്കുന്നത്. മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറും ഇന്ത്യയിലെ മാലദ്വീപ് ഹൈക്കമ്മീഷണറും ആരൊക്കെയാണ്? ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മഹാവറും മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷഹീബും. മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മഹാവറും ഇന്ത്യയിലെ മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷഹീബുമാണ്. മാലദ്വീപ് മന്ത്രിമാരുടെ വിവാദ പ്രസ്താവനയെ തുടർന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം ഹൈക്കമ്മീഷണർമാരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ശ്രീറാം വെങ്കിട്ടരാമൻ. ശ്രീറാം വെങ്കിട്ടരാമനാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റ വ്യക്തി. ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനാകുന്ന വ്യക്തി ആരാണ്? സെന്തിൽ പാണ്ഡ്യൻ. സെന്തിൽ പാണ്ഡ്യനാണ് ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനാകുന്ന വ്യക്തി. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി നേടിയ വ്യക്തി ആരാണ്? റിയാൻ പരാഗ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി നേടിയ വ്യക്തിയാണ് റിയാൻ പരാഗ്. അസമിന്റെ ക്യാപ്റ്റനായ റിയാൻ പരാഗ് 56 പന്തിലാണ് സെഞ്ചുറി നേടിയത്. 2016 ജാർഖണ്ഡിന്റെ ഋഷദ് പന്ത് 48 പന്തിൽ നേടിയ സെഞ്ചുറിയാണ് രഞ്ജി ട്രോഫിയിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറന്റ് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.